ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് ക്രിപ്റ്റോ രാജ്യത്തിലെ രാജകീയ പോരാട്ടം. കഴിഞ്ഞ കാലത്ത് ക്രിപ്റ്റോണിയ എന്ന രാജ്യത്ത് ഒരു മഹാരാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ബിറ്റ് കോയിൻ. അതിന്റെ ശക്തിയും വിശ്വാസ്യതയും കൊണ്ട് മുഴുവൻ നാണയലോകവും അതിന്റെ മുന്നിൽ നമസ്കരിക്കുമായിരുന്നു. എന്നാൽ രാജകീയ കസേര നേടാൻ ആഗ്രഹിച്ച ചില യുവ യോദ്ധാക്കളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരെ ആൾട്ട് കോയിൻ സൈന്യം എന്ന് വിളിച്ചു. അവരെല്ലാം ബിറ്റ്കോയിനെ മറികടക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു. എതീരിയം ഒരു ബുദ്ധിമാനായ മന്ത്രവാദി. അയാൾ രാജാവിനോട് പറഞ്ഞു, എന്റെ പക്കൽ ഉണ്ടാകുന്ന വ്യാജ ആലോചനകളാണ് ഇന്നത്തെ ഭാവി. എനിക്ക് സ്മാർട്ട് കോൺട്രാക്റ്റുകളും NFT-കളും ഉണ്ട്. ബിറ്റ്കോയിൻ ഇത് കേട്ട് ചിരിച്ചു. അത് അടിപൊളി തന്നെ, എന്നാൽ രാജ്യമുയരുന്നത് വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ SRP വേഗതയുള്ള ദൂതൻ നിരയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഞാൻ വേഗം കൂടുതലുള്ള ഒരാളാണ്, ചിലവും വളരെ കുറവാണ്, ബാങ്കുകൾ പോലും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് കേട്ട് ബിറ്റ്കോയിൻ ഭംഗിയായി മറുപടി പറഞ്ഞു, വേഗതയൊക്കെ നല്ലത് തന്നെ, പക്ഷെ ശക്തിയും സ്ഥിരതയും ഇല്ലാതെ രാജ്യം നിലനിൽക്കില്ല. അപ്പോൾ ഡോഷ് കോയിൻ സുന്ദരനായ അയാൾ മുന്നേക്ക് വന്നു. തമാശക്കാരനായ അദ്ദേഹം ഉല്ലാസത്തോടെ നൃത്തം ചെയ്തു. എനിക്കൊരു വലിയ ആരാധക സമൂഹം തന്നെയുണ്ട്. ഞാനാണ് ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ നാണയം. ഇത് കേട്ട് ബിറ്റ് കോയിൻ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, നല്ല രസം തന്നെ, എന്നാൽ മൂല്യം തമാശയിലൂടെ നിലനിൽക്കില്ല. നിരവധി ആൾട്ട് കോയിനുകൾ വന്നും പോയി നിന്നു. സൊലാന, കാർഡാനോ, പോൾക്കഡോട്ട് ഓരോരുത്തരും പുതിയ പുതിയ ആശയങ്ങളുമായി വന്നെത്തി. എങ്കിലും വിപണിയിലെ വലിയ കൊടുങ്കാറ്റുകളെ പലർക്കും നിലനിൽക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ബിറ്റ്കോയിൻ ഉറച്ചു നിന്നു. അപ്പോൾ ആൾട്ട് കോയിനുകൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു, രാജാവിനെ തോൽപ്പിക്കാനാവില്ല, പക്ഷെ ഒപ്പം നിന്ന് നമുക്ക് ഭാവി രൂപപ്പെടുത്താം. ഇങ്ങനെ ഒരു രാജ്യം മാത്രമല്ല, ഒരു മഹാനഗരമായ ക്രിപ്റ്റോണിയ പിറവിയെടുത്തു. രാജാവ് ബിറ്റ്കോയിൻ ആയിരുന്നു, പക്ഷെ അതിന് ശക്തമായ സൈന്യമായിരുന്നു ആൾട്ട് കോയിനുകൾ.